ഓക്കെ. അപ്പോ ഇന്ത്യയില് മോഡേൺ മെഡിസിൻസ് ഉണ്ടെങ്കിലും എന്താണ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം കൂടി നിലവിലുണ്ട്. നമ്മൾ ആയുർവേദ വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? എന്തോ? ആയുർവേദ കഴിഞ്ഞ് യോഗ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. യോഗ. ഓക്കെ. അപ്പൊ ആയുർവേദ എന്തായിരുന്നു? ആയുർവേദ സയൻസ് ഓഫ് ലൈഫ്. സയൻസ് ഓഫ് ലൈഫ്. എന്താണ്? ജീവിതത്തിന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദ വേർഡ് മീൻ ചെയ്യുന്നത്. ഓക്കെ. ഡീൽസ് വിത്ത് കോസസ് സിംപ്റ്റംസ്. ഒരാളുടെ, ഒരു മനുഷ്യന്റെ ഫിസിക്കലി അല്ലെങ്കിൽ എന്താണ് മെന്റലി സ്പിരിച്വലി ഒക്കെ ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിനെയും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ആയുർവേദയിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ യോഗ എന്തായിരുന്നു? യോഗ ബിഫോർ ദാറ്റ് ആയുർ മീൻസ് എന്തായിരുന്നു? ആയുർ സാൻസ്ക്രിറ്റിലെ രണ്ട് വേർഡ്സ് കൂടിച്ചേർന്നാണ് ആയുർവേദ എന്നൊരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആയുർ മീൻസ് എന്തായിരുന്നു? ആയുർ സുരഭി എന്തായിരുന്നു? ആയുർ ബിനോയ് ആയുർ മീനിങ് സെൻസ് ഓഫ് ലൈഫ് ആയുർവേദ. അല്ലല്ല, ആയുർവേദ രണ്ട് വേർഡ്സ് കൂടിച്ചേർന്നാണ് ആയുർവേദ എന്നൊരു വേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആയുർ മീൻസ് എന്തായിരുന്നു? ലൈഫ്. ഓക്കെ. വേദ മീൻസ് സയൻസ്. ഓക്കെ. ഓക്കെ. ഞാൻ സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞതാണല്ലോ മേഡം ആദ്യം. ആണോ? ഓക്കെ. ആയുർ മീൻസ് എന്താണ്? ലൈഫ് ആണ്. വേദ മീൻസ് സയൻസ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. യോഗ എന്തായിരുന്നു? യോഗ is a both science and art that promotes healthy living physically, mentally, morally and spiritually. എന്താണ് അതിൽ പറയുന്നത്? യോഗ എന്താണ്? സയൻസ് ആണ്. സയൻസ് ആൻഡ് ആർട്ട്. ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. ശാസ്ത്രവും കലയും കൂടി ചേർന്നതാണ് യോഗ. ഓക്കെ. അപ്പോ യോഗയെ കുറിച്ചുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്? യോഗ ഈസ് എ മൈൻഡ് ആൻഡ് ബോഡി പ്രാക്ടീസ് ദാറ്റ് ക്യാൻ ബിൽഡ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി, ബാലൻസ് എന്നിവ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്കും മൈൻഡിനും കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് യോഗ. ക്ലിയർ ആയോ? നമ്മുടെ ബോഡിക്കും മൈൻഡിനും കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആണ്. എന്തിനു വേണ്ടി? സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, ബാലൻസിന് വേണ്ടി, ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ വേണ്ടി നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും കൊടുക്കുന്ന അല്ലെങ്കിൽ ബോഡിക്കും മൈൻഡിനും കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് ആണ് യോഗ. യോഗ ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? യുനാനി സിസ്റ്റം. എന്താണ് യുനാനി സിസ്റ്റം? യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് ക്യൂർ. എന്താണ് യുനാനി മെഡിസിൻ സിസ്റ്റം? രോഗങ്ങളെ ആരോഗ്യകരമായിട്ട് തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. ഓക്കെ. യുനാനി മീൻസ് എന്താണ്? യുനാനി മീൻസ് ഗ്രീക്ക് മെഡിസിൻ. ഓക്കെ. അപ്പൊ യുനാനി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഗ്രീക്ക് മെഡിസിൻ എന്നാണ് അർത്ഥം. യുനാനി മീൻസ് ഗ്രീക്ക് മെഡിസിൻ. ഓക്കെ. അറിയാത്തവർ എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്തോളൂ നോട്ട്ബുക്കില്. യുനാനി വേർഡിന്റെ മീൻസ് എന്താണ്? ഗ്രീക്ക് മെഡിസിൻ എന്നാണ്. അതായത് ഗ്രീക്കിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തു വന്ന ഒരു ഹീലിംഗ് മെത്തേഡ് ആണ് യുനാനി. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ഗ്രീസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തു വന്ന ഒരു ട്രഡീഷണൽ ഹീലിംഗ് മെത്തേഡ് ആണ് യുനാനി. യുനാനി മീനിങ് എന്താണ്? ഗ്രീക്ക് മെഡിസിൻ എന്നാണ്. ഗ്രീക്ക് മെഡിസിൻ. ഓക്കെ. ഗ്രീക്ക് മെഡിസിൻസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് 4 എലമെന്റ്. യുനാനി പറയുന്നത്, നമ്മൾ ആയുർവേദത്തിൽ എത്ര എലമെന്റ്സ് ആ പറഞ്ഞത്? നമ്മുടെ ഈ എൻറ്റയർ യൂണിവേഴ്സ് എത്ര എലമെന്റ് കൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്? പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പഠിച്ചില്ല നമ്മള്?
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു? വായു ജലം അഞ്ചെണ്ണമില്ലേ? വായു ജല ഭൂമി കഴിഞ്ഞ അഞ്ചെണ്ണായോ? ഓക്കെ, എന്തൊക്കെയാണത്? എയർ, വാട്ടർ, സ്പേസ്, എർത്ത് ആൻഡ് ഫയർ. ഈ 5 എലമെന്റ്സ് കൊണ്ടാണ് എന്ത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ഏതിൽ പറയുന്നത്? ആയുർവേദയിൽ പറയുന്നത്. ഈ 5 പഞ്ചമഹാഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? എത്ര എലമെന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്? 4 elements. 4 ആണോ? 5. നമ്മുടെ ബോഡി 5 എലമെന്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഈ യൂണിവേഴ്സ്. അത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് 3 എലമെന്റിന്റെ രൂപത്തിലാണ്. ഏതൊക്കെയാണത്? മെന്റൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. വാതം, പിത്തം, കഫം. ഓക്കെ, ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ 3 ത്രിദോഷങ്ങൾ എന്നറിയപ്പെടുന്നു. പഞ്ചമഹാഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് 3 രൂപങ്ങളിലാണ്. ഏതൊക്കെയാണ്? വാതം, പിത്തം, കഫം. ത്രിദോഷങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ്, ഇത് 3 ഈക്വൽ ആണെങ്കിൽ അയാൾ എന്ത് പറയും? ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയും. ഓക്കെ, ഈ 3 എലമെന്റ്സും ഈക്വൽ ആണെങ്കിൽ, ഒരാളുടെ ശരീരത്തിൽ ഈ 3 എലമെന്റ്സും ഈക്വൽ ആണെങ്കിൽ അത് അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റിന് വേരിയേഷൻ ഉണ്ട്, എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടെങ്കിൽ എന്താണ്? അപ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ക്ലിയർ ആയോ? ആയുർവേദം ക്ലിയർ ആണോ? യുനാനിയായിട്ട് മാറിപ്പോകരുത്. ഓക്കെ, അപ്പൊ യുനാനിയിൽ പറയുന്നത് നമ്മുടെ ശരീരം 4 എലമെന്റ്സ് ഉണ്ടെന്നാണ്. നമ്മുടെ ബോഡിയിൽ 4 എലമെന്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ബ്ലഡ്, Phlegm, bile, black bile. ബൈൽ ആൻഡ് ബ്ലാക്ക് ബൈൽ. അപ്പൊ ഈ 4 ഓക്കെ, യുനാനിയിൽ പറയുന്നത് നമ്മുടെ ബോഡിയിൽ 4 എലമെന്റ്സ് ഉണ്ടെന്നാണ്. ഏതൊക്കെയാണ് 4 എലമെന്റ്സ്? രക്തം, Blood, bile, black bile, phlegm. പിത്തം, കറുത്ത പിത്തം എന്നിങ്ങനെ 4 എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഈ 4 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് രോഗമുണ്ടാക്കുന്നത്. ഓക്കെ, ഈ 4 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലമാണ് ഒരാൾക്ക് രോഗമുണ്ടാകുന്നത്. അപ്പൊ ഈ 4 എലമെന്റും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയും? ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആയുർവേദവും യുനാനിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് അറിയോ? നമ്മൾ ആയുർവേദത്തിൽ പഥ്യം നോക്കണം, വേണ്ടേ? പഥ്യം കേട്ടിട്ടില്ലേ? പക്ഷെ യുനാനിയില് മെഡിസിൻ കഴിക്കുമ്പോൾ പഥ്യം നോക്കേണ്ടതില്ല. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് യുനാനി, യുനാനിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ഹിസ്റ്ററി നോക്കാം. അതായത് ഈ ഇതല്ലേ മറ്റേ പരീക്ഷയ്ക്ക് മാഡം ചോദിച്ചത്? ചോദിച്ചിട്ടുണ്ട്. അയച്ചില്ലല്ലോ. ഹോസ്പിറ്റലിന്റെ ചാപ്റ്ററിൽ മോക്ക് ടെസ്റ്റിന് ഇതുണ്ടായിരുന്നു. ഹിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലില് ഉണ്ടായിരുന്നു. നോട്ടൊക്കെ തന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. ആണോ? ഞാൻ ടെംസിലേക്ക് ആയിരുന്നു അത്. അല്ല, രമ്യ മാമിന്റെ. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റ്സ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? അതായത് ഹിപ്പോക്രാറ്റ്സിന്റെ കാലത്ത്, ആ സമയത്ത് എങ്ങനെയായിരുന്നു ഗ്രീസിൽ ഉണ്ടായിരുന്നത്? പാരമ്പര്യ വൈദ്യമായിരുന്നു. അതായത് ഒരു വൈദ്യൻ ചികിത്സിക്കുന്ന, ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ,
അതായത് അയാളുടെ കാലശേഷം എങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷൻ ആണ് ആ പ്രവൃത്തി ഏറ്റെടുത്തിരുന്നത്. അതായത് അയാളുടെ മകനോ മകളോ ആയിരുന്നു പിന്നീട് ചികിത്സ നൽകിയിരുന്നത്. അപ്പൊ ഹിപ്പോക്രാറ്റ്സ് ഇതിനെതിരായിട്ട് എന്ത് ചെയ്തു? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചു. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് ഹിപ്പോക്രാറ്റ്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഗ്രീസിലെ ഒരു പൈൻ മരത്തിന്റെ ചുവട്ടില് എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട്, ഈ വൈദ്യം പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി. അവിടെ പാരമ്പര്യമോ കുലമോ ഒന്നും കൺസിഡർ ചെയ്തില്ല, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എല്ലാവരെയും വിളിച്ചു വരുത്തി ഒന്നിച്ചിരുത്തി വൈദ്യം അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഹിപ്പോക്രാറ്റ്സിന്റെ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ചതുർദോഷ സിദ്ധാന്തവും ചതുർഭൂത സിദ്ധാന്തവും. ഓക്കെ, ഹിപ്പോക്രാറ്റ്സിന്റെ രണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഏതൊക്കെയാണ്? ചതുർദോഷ സിദ്ധാന്തം, ചതുർഭൂത സിദ്ധാന്തം. ഏതൊക്കെയാണ് രണ്ട് പ്രിൻസിപ്പിൾ? ചതുർദോഷ സിദ്ധാന്തം, ചതുർദോഷ സിദ്ധാന്തവും ചതുർഭൂത സിദ്ധാന്തവും. ഓക്കെ, കിട്ടിയോ? ഇല്ല. ചതുർദോഷ സിദ്ധാന്തം, ചതുർഭൂത സിദ്ധാന്തം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരേ ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി. ഹിപ്പോക്രാറ്റ്സിന്റെ ഫേമസ് ആയിട്ടുള്ള ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഇപ്പോഴും സ്റ്റിൽ ഫോളോ ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്, ഒരു വൈദ്യശാസ്ത്രമാണ്. ഏത്? യുനാനി. ക്ലിയർ ആയോ? ഇപ്പൊ യുനാനിയില് രക്തം, കഫം, പിത്തം, കറുത്ത പിത്തം, ഈ 4 എലമെന്റ്സ് ബോഡിയിൽ ഉണ്ടെന്ന് പറയുന്നു. ഈ 4 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് രോഗമുണ്ടാകാൻ കാരണം. ഇപ്പൊ യുനാനി ക്ലിയർ ആയോ? ആയുർവേദ, യോഗ, യുനാനി, ഈ 3 ക്ലിയർ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ആണ് സിദ്ധ. സിദ്ധ സിസ്റ്റം എന്താ പറയുന്നത്? Siddha system attempt to define disease as the condition in which the normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. അതായത് ഈ 5 എലമെന്റ്സ് നമ്മൾ നേരത്തെ ആയുർവേദത്തിൽ ഡിസ്കസ് ചെയ്തില്ലേ, ആ സെയിം 5 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് അഗെയിൻ ഡിസീസിന് കാരണമെന്നാണ് സിദ്ധ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് സിദ്ധ കൺസിഡർ ചെയ്യുന്നത് അഗസ്ത്യ മുനിയെയാണ്. ഓക്കെ, അഗസ്ത്യ മുനി വളരെ പഴക്കം ചെന്നിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ്, ഒരു വൈദ്യശാസ്ത്ര രീതിയാണ് സിദ്ധ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ സിദ്ധ. ഓക്കെ, അതിൽ പറയുന്നത് ഏതൊക്കെയാണ്? 5 എലമെന്റ്സ് പറഞ്ഞു. നമ്മൾ ആയുർവേദത്തിൽ 5 എലമെന്റ്സ് പറഞ്ഞില്ലേ, ഏതൊക്കെയായിരുന്നു അത്? ആയുർവേദത്തിൽ പറഞ്ഞ പഞ്ചമഹാഭൂതങ്ങൾ ഏതൊക്കെയായിരുന്നു? ഭൂമി. ഈ 5 എലമെന്റ്സ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത്? സിദ്ധയിലും പറയുന്നത് എന്താണ്? ഈ 5 എലമെന്റ്സ് ശരീരത്തില് വാദം, പിത്തം, കഫം, ഈ 3 ഫോമിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിലുണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് രോഗമുണ്ടാകാൻ കാരണം. ഇത് 3 എലമെന്റ്സും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയുന്നു? അയാള് ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നു. ക്ലിയർ ആയോ? സിദ്ധ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ആണ് നാച്ചുറോപ്പതി. ഹോമിയോപ്പതിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഹോമിയോപ്പതി അറിയോ? ആരാ? ഓക്കെ, നെക്സ്റ്റ് ആണ് നാച്ചുറോപ്പതി. നാച്ചുറോപ്പതിയിൽ എന്താ പറയുന്നത്? നാച്ചുറോപ്പതി ബിലീവ്സ് ദാറ്റ് all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താണ് പറയുന്നത്? നാച്ചുറോപ്പതിയിൽ എന്താ പറയുന്നത്? മെഡിസിൻ യൂസ് ചെയ്യില്ല. ഓക്കെ, മെഡിസിൻസ് യൂസ് ചെയ്യുന്നില്ല. നമുക്കറിയാം, നമ്മൾ പണ്ട് ഓരോ വർഷം കഴിയും തോറും പുതിയ ടെക്നോളജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 വർഷം മുന്നേ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫോണോ വാച്ചോ ടിവിയോ ഒന്നല്ല ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? ടെക്നോളജി ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ?
ഓക്കെ. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം മുന്നേ യൂസ് ചെയ്തിരുന്ന ഫോണല്ല നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത്. അത് ഡെവലപ്മെന്റ് ടെക്നോളജീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതേപോലെ ഒരു 10 വർഷം മുൻപ് നമ്മൾ ബോഡി എങ്ങനെയാണോ അല്ലെങ്കിൽ ഹാർട്ട് എങ്ങനെയാണോ ബ്ലഡ് പമ്പ് ചെയ്തിരുന്നത് അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആ ടെക്നോളജിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആ സെയിം പ്രോഗ്രാം എങ്ങനെയാണോ ബോഡി ആ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പോ നമ്മുടെ ഇങ്ങനെയുള്ള ഈ ബോഡി ഒരു മാറ്റവും സംഭവിക്കാത്ത ഒരു ടെക്നോളജി മാറാത്ത ഈ ബോഡിയെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണോ പണ്ട് ജീവിച്ചിരുന്നത് നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. പണ്ട് എങ്ങനെയായിരുന്നു? നമ്മള് ജങ്ക് ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആയിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫോൺസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ എങ്ങനെയായിരുന്നു? സ്ലീപ്പിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെന്താണ്? പിന്നെന്തൊക്കെയായിരുന്നു പണ്ടത്തെ ശീലങ്ങൾ? എന്തൊക്കെയായിരുന്നു? എക്സസൈസ് ഉണ്ടായിരുന്നു അല്ലെ? പറമ്പില് പണിയെടുക്കുമായിരുന്നു. ധാരാളം വീട്ടുജോലികൾ ഉണ്ടായിരുന്നു അല്ലെ? ടെക്നോളജീസ് ഒന്നും അന്നില്ല. മിക്സി ഗ്രൈൻഡർ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് അധ്വാനിക്കേണ്ടി വന്നിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ഒരു എക്സസൈസ് അതിലൂടെ നടന്നിരുന്നു. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ ശരീരത്തെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. ഇതിലാണ് അക്യുപഞ്ചർ തന്നെ മാഡം? അക്യുപഞ്ചർ ഒക്കെ ഇതിൽ തന്നെയാണോ? അതെ, അതൊരു ഒരു മെത്തേഡാണത്, ട്രീറ്റിംഗ് മെത്തേഡാണ്. ഓക്കെ. അപ്പൊ നാച്ചുറോപ്പതിയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് മോർബിഡ് മാറ്റർ, അതായത് വിഷപദാർത്ഥങ്ങൾ, ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. ഓക്കെ. ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് ശരീരത്തിന് രോഗമുണ്ടാകുന്നതെന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. എങ്ങനെയാണ് ഈ ടോക്സിൻ, ഈ വിഷപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വിഷപദാർത്ഥം ശരീരത്തിലേക്ക് കടക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അല്ലേ? ഓക്കെ. അപ്പോ ഈ മോർബിഡ് മാറ്റർ അപ്പൊ എങ്ങനെ റിമൂവ് ചെയ്യാം? മോർബിഡ് മാറ്റർ അല്ലെങ്കിൽ ടോക്സിനെ റിമൂവ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരം എന്താണ് ആരോഗ്യം വീണ്ടെടുക്കുന്നു എന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ടോക്സിനെ, ഈ എലമെന്റ്സിനൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം? ഡയറ്റ് പോലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണ രീതി ഓക്കെ, നമ്മുടെ ജീവിത രീതിയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. ക്ലിയർ ആയോ? നാച്ചുറോപ്പതി എന്താണ് പറയുന്നത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ട്രഡീഷണൽ ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ ക്ലിയർ ആണോ? അത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നാച്ചുറോപ്പതി എന്തോ എലിസബത്ത് എന്താണ്? ക്ലിയർ ആയി മാഡം. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ്? ഇത്രയും ട്രഡീഷണൽ ആണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ എന്താണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് എത്തിയതാണ്. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം അപ്പോ the modern healthcare system in India includes a public sector, private sector and an informal network of care providers. എന്താ അതിൽ പറയുന്നത്? ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സ് ആണ്? പബ്ലിക് സെക്ടർ ഉണ്ട്. എന്താണ് പബ്ലിക് സെക്ടർ? അത് റൺ ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് കെയർ ഗവൺമെന്റ് റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടേഴ്സ്. ഓക്കെ. അപ്പൊ പ്രൈവറ്റ് സെക്ടർ എങ്ങനെയായിരിക്കും? മാനേജ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ കമ്പനീസോ ആയിരിക്കും. അതാണ് പ്രൈവറ്റ് സെക്ടർ. അപ്പൊ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ക്ലിയർ ആണോ? നെക്സ്റ്റ് ഏതാണ്? an informal network of care providers. ആരാണ് informal network of care providers? അതായത് നമുക്കറിയാം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഇല്ലേ, സന്നദ്ധ സംഘടനകള്. അതായത് ഒരു ട്രെയിനിങ്ങും ലഭിക്കാത്തവര്, സർട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും അവര് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ കിടപ്പിലായ രോഗികളെയൊക്കെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനകളില്ലേ, അതാണ് അവരുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എന്താ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?
മൂന്ന് ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ്? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസ്. ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ 3 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 3 ഘട്ടങ്ങളായിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തെ എന്തോ സ്ക്രോൾ ചെയ്യാവോ മാഡം? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? റിജോ ജസ്റ്റ് ലിസൺ ചെയ്തിരിക്കട്ടെ ഇവിടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് പറഞ്ഞില്ലേ, സന്നദ്ധ സംഘടനകള്. അത് ഈ കമ്മ്യൂണിറ്റി ബേസിസില്, പാർട്ടി ബേസിസില് അങ്ങനെയൊക്കെ നടത്തുന്നതാണ്. അതെ അതെ, അതായത് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒരു സർട്ടിഫിക്കേഷനും ഇല്ല, എന്നിട്ട് അവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ 3 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസ്, ഇനീഷ്യൽ ഫേസ്. ഓക്കെ, എഴുതി വെച്ചോളൂ കേട്ടോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല ഇപ്പൊ. ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 1947 ടു 1983 വരെയാണ്. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫസ്റ്റ് ഫേസ് ഏതാണ്? 1947 ടു 1983. കിട്ടിയോ? 1947 to 1983. ഓക്കെ, അപ്പോ ഹെൽത്ത് പോളിസി വാസ് തോട്ട് ടു ബി ബേസ്ഡ് ഓൺ ടു ബ്രോഡ് പ്രിൻസിപ്പിൾ. അപ്പൊ 2 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫേസ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് അതിൽ പറയുന്ന 2 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് നൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. പണത്തിന്റെ കുറവ് കൊണ്ട്, പണം ലഭിക്കാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടരുത്. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഫേസിൽ പറയുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്താണ്? പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിക്കപ്പെടരുത്. കിട്ടിയോ? രണ്ടാമത്തെ എന്താ പറയുന്നത്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. അതായത് അവിടുത്തെ ആ സ്റ്റേറ്റിന്റെ, അവിടുത്തെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടി ആണ്. എന്ത്? അവിടെയുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് അവിടെയുള്ള ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഈ 2 പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് ഫേസിൽ പറയുന്നത്. ക്ലിയർ ആയോ? 2 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്? 2 പ്രിൻസിപ്പിൾ? പണമില്ലാത്തതിന്റെ പേരില് ഒരാൾക്ക് പോലും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്തായിരുന്നു? അവിടുത്തെ അവിടുത്തെ ആളുകൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടിയാണ്. ഡൗട്ട് ചോദിച്ചോട്ടെ മാഡം? ഇപ്പൊ ഈ പണമില്ലാത്തതിന്റെ പേരിൽ അവർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് മാഡം പറഞ്ഞല്ലേ മാഡം? അപ്പൊ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെത്തിക്കാരണവര് ചിലപ്പോൾ സപ്പോസ് അവരിൽ ആ സമയത്ത് പൈസ കാണില്ല, അപ്പം ഈ പേഷ്യന്റിന് സീരിയസ് ആയിരിക്കും, അപ്പം ഇവര് പൈസ ഇല്ലെങ്കിൽ ഇവര് ചികിത്സിക്കുമോ മാഡം ഈ പ്രൈവറ്റ് ആശുപത്രിയിലാണെങ്കിൽ? നമ്മളിപ്പോ പ്രൈവറ്റിലോട്ട് എത്തിയിട്ടില്ല, നമ്മൾ പറയുന്നത് 1947 ടു 1983. ഫസ്റ്റ് ഫേസിൽ പബ്ലിക് സെക്ടേഴ്സ് ആണ്. ഓക്കെ, ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അതിൽ 2 പ്രിൻസിപ്പിൾസ് പഠിച്ചു. അപ്പൊ ഏതൊക്കെയാണ് ഈ ഫസ്റ്റ് ഫേസ്? ഏത് കാലഘട്ടം, ഏത് ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 ഫസ്റ്റ് ഫേസ്. അപ്പൊ നമ്മൾ 3 ടയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ഫേസ്, ഓക്കെ, സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടഡ് ഫ്രം എന്നാണ്? 1983 ടു 2000. 1983 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ,
ഇയർ കിട്ടിയോ? ഏതാണ് ഇയർ? എന്താണ്? 1983 to 2000. ഓക്കെ, ഓക്കെ ജോബി മോൾ. ഓക്കെ, ഗുഡ്. അപ്പോ ഇതിലെന്താ പ്രത്യേകത? ഈ സെക്കൻഡ് ഫേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. എന്താണ്? ഈ 1983 നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1983. 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ഒരു ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഒരു നാഷണൽ ഹെൽത്ത് പോളിസി, ഒരു ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നത് 1983 വിച്ച് മീൻസ് സെക്കൻഡ് ഫേസിലാണ് ഈ പോളിസി കൊണ്ടുവന്നത്. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയായിരിക്കാം ഈ പോളിസി കൊണ്ടുവന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുവരെ ഒരു ഗവൺമെന്റ് ആയിരുന്നു ഹോസ്പിറ്റൽസ് റൺ ചെയ്തിരുന്നെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഫേസിലാണ് എന്തെന്ന്? ദ ഇനീഷ്യേറ്റീവ് എൻകറേജ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. പ്രൈവറ്റ് സെക്ടേഴ്സിനെ അവരെ എൻകറേജ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പോളിസി പറയുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നയമാണ് നാഷണൽ ഹെൽത്ത് പോളിസി. ഓക്കെ, ദേശീയ ആരോഗ്യ നയം. ഇതിലെന്താണ് മെയിൻ ആയിട്ടൊരു നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്ന് അതിലെന്താ പറയുന്നത്? പ്രൈവറ്റ് സെക്ടേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്തു. ക്ലിയർ ആയോ? ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസി? ഒന്നുകൂടെ പറയും. പറയാം. ഒന്നും കൂടെ ഒന്ന് പറയാവോ? പറയാം. നമ്മൾ സെക്കൻഡ് ഫേസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1983 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 വരെയുള്ളതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഫേസിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നാഷണൽ ഹെൽത്ത് പോളിസി അവർ പ്രഖ്യാപിച്ചു 1983. ഓക്കെ, 1983 ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നത്? ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇങ്ങോട്ടേക്ക് ഓക്കെ, അതായത് സ്വകാര്യ സംരംഭങ്ങളെ എൻകറേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അതാണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പറയുന്നത്. ഓക്കെ, എക്സാമിന് ഈ വർഷങ്ങളെല്ലാം പഠിക്കാനുണ്ടാവുക? ഉണ്ടാവും. മാറിപ്പോകരുത്. ഫേസ് തമ്മിൽ 3 ഘട്ടമാണെന്ന് പറഞ്ഞു അല്ലേ? ആ ഘട്ടങ്ങൾ തമ്മിൽ മാറിപ്പോകരുത്. അപ്പോ ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, ഈ പ്രോഗ്രാംസിലൂടെ റൂറൽ ഏരിയയിലെ ഗ്രാമീണ മേഖലകളിൽ എന്തെന്ന് ഹെൽത്ത് ഫെസിലിറ്റീസ് അവർ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, റൂറൽ മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിൽ അവർ എന്ത് ചെയ്തു? ഹെൽത്ത് ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കാം? എല്ലാ മേഖലകളിലും റൂറൽ മേഖലകളിലോട്ട് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഹോസ്പിറ്റൽസിന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലമോ ആയിരിക്കാം. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് ഫേസ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ഫേസിലോട്ട് പോവാം. എന്താണ് നമുക്ക് റൂറൽ ഏരിയാസിലെ ക്ലിനിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഒക്കെ ഇല്ലേ? അപ്പൊ സെക്കൻഡ് ഫേസ് ക്ലിയർ ആയോ? സെക്കൻഡ് ഫേസ് മാഡം സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കാം. സെക്കൻഡ് ഫേസ് ഇപ്പൊ ക്ലിയർ ആണോ ബിനോയ്? ഓക്കെ. തേർഡ് ഫേസ് പറഞ്ഞോട്ടെ. തേർഡ് ഫേസ് 3 ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് ഫേസ് സെക്കൻഡ് ഫേസ് ഒന്നും കൂടി പറഞ്ഞേ, ക്ലിയർ ആയില്ല.
സെക്കൻഡ് അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത് അതോ പ്രൈമറി ഹെൽത്ത് അതാണോ ഉദ്ദേശിക്കുന്നത്? പ്രൈവറ്റ് സെക്ടേഴ്സ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇല്ലേ? ഓക്കെ, അതിനെ കൊണ്ടുവരാനായിട്ടുള്ള ദേശീയ നയം അവർ പ്രഖ്യാപിച്ചു. ക്ലിയർ ആയോ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് പറഞ്ഞത്? അതെ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെയാണ് റൂറൽ ഏരിയാസിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് അവർ എക്സ്പാൻഡ് ചെയ്തത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലല്ലേ? അതെ, ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അവർ ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റൂറൽ ഏരിയാസിൽ ഇമ്മ്യൂണൈസേഷൻ, ഓക്കെ, ന്യൂട്രീഷൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. അതെല്ലാം ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നല്ലേ, അത് പ്രൈവറ്റ് സെക്ടർ അല്ലല്ലോ? അല്ലല്ല, ഇത് വേറൊരു കാര്യം. ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയ. ഓക്കെ, പോയിന്റ് ആണത്. ഓക്കെ, ക്ലിയർ ആയോ ഇപ്പോ? അപ്പൊ സെക്കൻഡ് ഫേസ് ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഏതൊക്കെയാണ് സെക്കൻഡ് ഫേസിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏതാണ്? ദേശീയ ആരോഗ്യ നയത്തിന്റെ വരെയാണ് സെക്കൻഡ് ഫേസ്. എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. 1983 ദേശീയ ആരോഗ്യ നയം കൊണ്ടുവന്നു. പിന്നെ സെക്കൻഡ് എന്താണ്? സെക്കൻഡ് പോയിന്റ് നമ്മൾ എന്താ പഠിച്ചത്? ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാം ആണ് പ്രൈവറ്റ് സെക്ടറിലുള്ള പ്രൈവറ്റ് സെക്ടറിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക, ഈ പോളിസിയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അതുവരെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, പ്രൈവറ്റ് സെക്ടേഴ്സിനെ അപ്പൊ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് ഫേസിലാണ്. തേർഡ് ഫേസിലാ. പിന്നെ തേർഡ് പോയിന്റ് എന്താണ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഈ 3 പോയിന്റ് ക്ലിയർ ആയോ? സെക്കൻഡ് ഫേസിലുള്ള 3 പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ മാം, ഓക്കെ, അപ്പോ തേർഡ് ഫേസ് എന്ത് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2000. ഏത് ഫേസിലാണ് ഇപ്പൊ? നമ്മൾ ഏത് ഫേസിലാണ്? തേർഡ് ഫേസ്. നമ്മള് തേർഡ് ഫേസിലാണ് ഗോ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് ഫേസിൽ എന്താ പറയുന്നത്? വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ഫോക്കസ്. The current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. എന്താണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാല്? പാർഷ്യലി പബ്ലിക്കും പാർഷ്യലി പ്രൈവറ്റും ആയിട്ട്. എന്തോ പാർഷ്യലായിട്ട് പബ്ലിക്കും പകുതിയായിട്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പാർട്ട്ണർഷിപ്പിലാണ് ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം നടന്നു പോകുന്നത്, അല്ലേ? രണ്ടുപേരുടെയും കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പോലെ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്റ്റിൽ ഇന്ത്യയിൽ എന്താണ്? പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. ഓക്കെ, third phase, post 2000. Okay, then next എന്താണ് പറയുന്നത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, then ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. എന്താണ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ? എന്താണ്? ഉദാരവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാല്? അതായത് അതുവരെ നമ്മൾ പറഞ്ഞു പബ്ലിക് ഗവൺമെന്റ് ആയിരുന്നു റൺ ചെയ്തിരുന്നത്, മാനേജ് ചെയ്തിരുന്നത് പറഞ്ഞു, അല്ലേ? അപ്പൊ ഇൻഷുറൻസ് സെക്ടറിലേക്ക് ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം കൊണ്ടുവന്നതോടുകൂടി ആ കൺട്രോൾ അല്ലെങ്കിൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുത്തു കളഞ്ഞു. ഓക്കെ, റിമൂവ് ചെയ്തു ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതുമൂലം എന്ത് പറ്റി? വിദേശത്ത് നിന്ന് പോലും കമ്പനീസിന് ഇൻഷുറൻസ് സെക്ടർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ക്ലിയർ ആയോ? ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടർ. അപ്പൊ ഇൻഷുറൻസ് എല്ലാവർക്കും ലഭിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതിലൂടെ ചിലവ് കുറഞ്ഞ ചികിത്സ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ആരാണ്? അതിലെ ഫണ്ട് ഗവൺമെന്റ് ആണ് കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും ലിബറലൈസേഷൻ ഓഫ് ഇൻഷുറൻസ് സെക്ടറും ആൻഡ് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻസിയർ. ഇതിനുള്ള പണം കണ്ടെത്തുന്നത് ഗവൺമെന്റ് ആണ്. ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, തേർഡ് ഫേസ് ക്ലിയർ ആയോ? പോസ്റ്റ് 2000 മുതൽ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് ഫേസ് ആണ്. അപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് ഫേസിലൂടെയാണ്. 3 കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഏതൊക്കെയായിരുന്നു ഈ 3 ഘട്ടങ്ങൾ? ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് ഈ 3 ഘട്ടങ്ങൾ? ഫസ്റ്റ് ഘട്ടം 1947 മുതൽ 1983 വരെ. 47 ഒരു പ്രത്യേകത എന്താ? അത് ഒരു പേഷ്യന്റിനെ ഇപ്പൊ നമ്മൾ ആശുപത്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ചികിത്സക്ക് അവർക്ക് പൈസ കാണത്തില്ല. കാരണം ചികിത്സ ലഭിക്കാതെ ഫസ്റ്റ് കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. 1947 ആ ഇയറിന്റെ ഒരു പ്രത്യേകത എന്താ? അതിൽ 2 പ്രിൻസിപ്പിളാണ് ഉള്ളത്. പണത്തിന്റെ കുറവ് കൊണ്ട് ആർക്കും ഇനിഷ്യൽ ഫേസ് ആ ടൈം മുതലാണ്. ഓക്കെ, ആ ടൈം മുതലാണ് ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഫസ്റ്റ് ഫേസിന്റെ കാലഘട്ടം ഏതാണ്? ഏത് പീരീഡ് ആണ്? 1947 to 1983 വരെ. അതിൽ അവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് ഫേസിൽ എന്താ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. സിൻഡോ, എന്താണ് 2 ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നത്? എന്താണ് പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ പണക്കുറവ് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കരുത്, പണത്തിന്റെ കുറവ് മൂലം ആർക്കും ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിള്. രണ്ടാമത്തത് അവിടെയുള്ള എല്ലാവർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യേണ്ടത് അവിടുത്തെ ഗവൺമെന്റ് ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, 2 പ്രിൻസിപ്പിൾസ് ആണ് ഫസ്റ്റ് ഫേസിൽ പറയേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫേസിൽ എന്താ പറയുന്നത്? 1983 വരെയാണ് സെക്കൻഡ് ഫേസ്. 1983 to 2000. ഓക്കെ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, 1983 to 2000 വരെയുള്ള കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ്. ഓക്കെ, പിന്നെ 1983 നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നു. പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ സിസ്റ്റത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു അത്. സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാമാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. അത് എന്തെന്ന് വെച്ചാൽ റൂറൽ ഏരിയാസിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊണ്ടുപോകാനാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം കൊണ്ടുവന്നത്. ഓക്കെ, ഓക്കെ. ദെൻ തേർഡ് ഫേസ് എന്തായിരുന്നു എലിസബത്ത്? തേർഡ് ഫേസ് എന്തായിരുന്നു? തേർഡ് ഫേസ് പോസ്റ്റ് 2000 മുതലായിരുന്നു. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് 3 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അത്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, liberalization of insurance sectors and the government as a financier. ഓക്കെ, അപ്പൊ ഈ 3 ഫേസസ് ഓക്കെ ആണോ? ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ മേഡം? ഹെൽത്ത് കെയർ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഹെൽത്ത് കെയർ. റിജു ഒന്ന് സ്ക്രോൾ ചെയ്യാവോ സ്ക്രീൻ? Healthcare infrastructure in rural areas being developed as a 3-tier system. അപ്പോൾ റൂറൽ ഏരിയാസിലെ ഗ്രാമീണ മേഖലകളിൽ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളെ 3 ഘട്ടം, അത് 3 ടയേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എവിടത്തെയാണ്? റൂറൽ ഏരിയാസിലെ. ഓക്കെ, മാറിപ്പോകരുത്. റൂറൽ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഏതാണ്? സബ് സെന്റർ. എന്താണ് സബ് സെന്റർ എന്ന് പറഞ്ഞാൽ? സബ് സെന്റർ എന്താണ്? In rural areas, primary care. Okay. In rural areas, health sub-centers make up the institutional basis of primary care. It typically performs basic medical services. Immunizations and referral sub-centers are usually temporary structures, employing 1-2 care workers in most locations. Each sub-center is supposed to provide indispensable for up to 5,000 individuals. The sub-centers are complemented by community health workers under supervision of the sub-center. അപ്പോൾ ഇതിൽ എന്താണ് സബ് സെന്റർ പറയുന്നത്?
എന്താണ് പ്രൈമറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സബ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ്. എന്തൊക്കെയായിരിക്കാം? ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ ഹെൽത്ത് ഇല്ലേ, നമ്മുടെ ഹെൽത്ത് ആശാ വർക്കേഴ്സ് ഒക്കെയുള്ള ഹെൽത്ത്, അവരെന്തൊക്കെയാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടോ? മെഡിക്കൽ സർവീസസ് ഉണ്ടാവും, ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ വാക്സിനേഷൻ ഒക്കെ അതിലല്ലേ വരുന്നത്? വാക്സിനേഷൻ ഉണ്ട്. പിന്നെന്താണ്? പാലിയേറ്റീവ് വരും. റെഫർ ഇല്ല, ചെയ്യും സബ് അവിടെ സെന്റേഴ്സ്. പ്രത്യേകിച്ചൊക്കെ ഇല്ല. എല്ലാം സബ് സെന്റേഴ്സ് എത്താറുണ്ടോ ആശാ വർക്കേഴ്സ് മന്ത്ലി അതെ വീടുകളിൽ? അതെ. ആ ഉണ്ട്. എന്തിനു വേണ്ടിയാ വരുന്നത്? ഈ പ്രഗ്നൻസി വുമൻസിനൊക്കെ പോളിയോ വാക്സിനേഷൻസിനെ കുറിച്ച്. പോളിയോ വാക്സിനേഷൻ, അതിനുവേണ്ടി മാത്രമാണോ? ന്യൂ ബോൺ ബേബി എന്തിനു വേണ്ടി എത്തുന്നത്? ന്യൂ ബോൺ ബേബീസിന്റെ ഗർഭിണികൾ പ്രായമായവർക്ക് ഓരോ രോഗങ്ങൾ വരുമ്പം അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ. അതെ അതെ. അതിന്റെ ഓക്കെ, അതിനെ കുറിച്ചൊക്കെ അവയർനെസ് അവർ തരാറില്ലേ? ക്ലോറിനേഷൻ, കിണറൊക്കെ വൃത്തിയായിട്ട് ബ്ലീച്ചിങ് പൗഡർ തരും. ക്ലോറിനേഷൻ. ഓക്കെ, അപ്പൊ ഇത്തരം സർവീസ്, ബേസിക് ആയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ പ്രഗ്നൻസി വുമന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് അവയർനെസ് ഒക്കെ കൊടുക്കുന്നത് ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് ഈ സബ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സാധാരണ നമ്മുടെ ഹോസ്പിറ്റൽസ് പോലെ 24 hours വർക്കിംഗ് ആണോ? ആണോ? ടൈമിലാണ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ? 24 hours വർക്കിംഗ് അല്ല, ഒരു ടെമ്പററി സ്ട്രക്ചർ ആണ് അതിനല്ലേ. പിന്നെന്താണ്, 1-2 വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, കെയർ വർക്കേഴ്സ് 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും ഈ സബ് സെന്ററിൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ. അതായത് ഏരിയയില് 5000 ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. അവര് 5000 ഇൻഡിവിജ്വൽസിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സബ് സെന്റേഴ്സ് 5000 ഇൻഡിവിജ്വൽസിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 5000 ഇൻഡിവിജ്വൽസ് ഉൾപ്പെടുന്ന ആ ഏരിയ, ലൊക്കേഷൻ അവരെന്ത് ചെയ്യും, അവിടെ ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? സബ് സെന്റർ അംഗൻവാടിയൊക്കെ സബ് സെന്റർ പെടുന്നതാണോ? അംഗൻവാടിയില് നമുക്ക് അംഗൻവാടി വേണമെങ്കിൽ പറയാം, പക്ഷെ അത് സബ് സെന്റർ ആയിട്ട് വരുന്നില്ല, കാരണം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അപ്പൊ അത് ക്ലിയർ ആയോ? സബ് സെന്റർ ക്ലിയർ ആയോ? അപ്പൊ എന്താ അതിൽ പറയുന്നത്? സബ് സെന്ററിൽ എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ബേസിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ അത് വർക്കിംഗ് എങ്ങനെയാണ്? 1 to 2 1 മുതൽ 2 വർക്കേഴ്സ്. അവയർനെസ് പ്രോഗ്രാംസ് നടത്തും. 1 or 2 care workers. അവയർനെസ് പ്രോഗ്രാംസ്. കെയർ വർക്കേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, 5,000 individuals. അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് 5000 ഇൻഡിവിജ്വൽസിനാണ്. ആ 5000 ഇൻഡിവിജ്വൽസ് ജീവിക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഒരു സബ് സെന്റർ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? PHCയുടെ അണ്ടറിലായിരിക്കും മാഡം. ഓക്കെ, PHCയുടെ അണ്ടറിൽ. അതിന്റെ അകത്തോട്ട് പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റർ PHC. പ്രൈമറി ഹെൽത്ത് സെന്റർ മീൻസ് PHC. എന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അതെ, വെരി ഗുഡ്. പ്രത്യേകത എന്താണ്? ഒരു 5 ബെഡ് 5 കിടക്കകളുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആയിരിക്കും ഇത്. ഓക്കെ, 5 ബെഡുള്ള ഏകദേശം 5 ബെഡുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? 5 ബെഡുകളുള്ള ഏകദേശം 5 ബെഡുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. 1-2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? 14 നഴ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, സപ്പോർട്ടിംഗ് IP സർവീസ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇവർ എത്ര ആളുകൾക്കാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 30,000 പീപ്പിളിന്. ഓക്കെ,
ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് 30,000 പീപ്പിളിനാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പ്രൈമറി ഹെൽത്ത് സെന്റർ ക്ലിയർ ആയോ? സബ് സെന്റർ പറഞ്ഞു, നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയാസിലാണ് കേട്ടോ. റൂറൽ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ 3 തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ടയർ ഏതാണ്? സബ് സെന്റർ ആയിരുന്നു. സെക്കൻഡ് ആണ് പ്രൈമറി ഹെൽത്ത് സെന്റർ. തേർഡ് ഏതാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഹെൽത്ത് സിസ്റ്റം, ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തെ മെയിൻലി 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണത്? പ്രൈമറി സെക്ടർ, ഓക്കെ, പ്രൈമറി സെക്ടർ എന്താ പറയുന്നത്? ബേസിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ബേസിക് ഹെൽത്ത് കെയർ. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് സെന്റർ ആണ് അതിൽ ഉൾപ്പെടുന്നത്? സബ് സെന്റർ സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. അത് ക്ലിയർ ആണല്ലോ. സെക്കൻഡറി സെക്ടറിൽ എന്താ പറഞ്ഞിരുന്നത് നമ്മള്? സെക്കൻഡറി സെക്ടറിൽ ഹോസ്പിറ്റൽ, CHC എന്തോ താലൂക്ക് ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റൽ കോംപ്ലക്സ് ട്രീറ്റ് ചെയ്യാറില്ല. ഓക്കെ, പ്രൈമറി സെക്ടറിൽ നമ്മൾ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ സബ് സെന്ററിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലെ, ഇതേപോലെ തന്നെയാണ് പ്രൈമറി സെക്ടേഴ്സിൽ ഉൾപ്പെടുന്നത്. ഇനി സെക്കൻഡറി സെക്ടർ എങ്ങനെയാണ്? അതിനൊരു എക്സാമ്പിൾ ആണ് താലൂക്ക് ഹോസ്പിറ്റൽ. എന്താ അവിടുത്തെ പ്രത്യേകത? അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത്തിരി കോംപ്ലിക്കേഷൻ ഉള്ള ഡിസീസൊക്കെ, സർജറീസ് പോലുള്ളത് എവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അത് ടെറിഷറി സെക്ടറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡറി സെക്ടറിൽ അതില് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഒക്കെ അല്ലേ മാഡം? അതെ അതെ, ഓപ്പറേഷൻ സർജറീസ് ഒക്കെ ചെയ്യുന്നത് എവിടെയാണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഓക്കെ, നമ്മൾ മെഡിക്കൽ കോളേജ് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, അത് ടെറിഷറി സെക്ടറിലാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്നത്. ക്ലിയർ ആയോ? 3 സെക്ടർ ക്ലിയർ ആയോ? താലൂക്ക് ഹോസ്പിറ്റൽസ് താലൂക്കില് സർജറീസ് ചെയ്യുമല്ലോ. താലൂക്കില് ചെയ്യൂലോ. കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളിലാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പ്രൈമറി സെക്ടർ പറഞ്ഞു, സെക്കൻഡറി സെക്ടർ പറഞ്ഞു, ടെറിഷറി സെക്ടർ പറഞ്ഞു. അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഈ സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, ഈ CHC ഉൾപ്പെടുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ക്ലിയർ ആയോ? അവിടെ എന്താ പറയുന്നത്? അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് 1,20,000 പീപ്പിളിനാണ്. എത്ര ആളുകൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 1,20,000 സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്? അറ്റ്ലീസ്റ്റ് 30 ബെഡ്സ്, ഏറ്റവും കുറഞ്ഞത് 30 കിടക്കയെങ്കിലും ഉള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. 1,20,000 പീപ്പിളിന് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് മിനിമം 30 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും അത്. പിന്നെന്താണ്? ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആയിരിക്കും. പിന്നെന്താണ്? ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ക്ലിയർ ആയോ? സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണിത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പൊ നെക്സ്റ്റ് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? സ്റ്റാർട്ടഡ് ഫ്രം ആയുർവേദം, ആയുർവേദം, യോഗ, നമ്മൾ ആയുഷ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ആയുഷ്? അത് ഫസ്റ്റ് ബേസ് 1947 കുറഞ്ഞ നിരക്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ. ഗവൺമെന്റ് ഒരു മിനിസ്ട്രി ആണ്. ഓക്കെ, ആയുഷ് എങ്ങനെയാണ് ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്? ആയുർവേദ, യോഗ, മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ആയുഷ്. അതിൽ ഫസ്റ്റ് ഏതാണ്?
ഫസ്റ്റ് വൺ ആണ് ആയുർവേദ. ആയുർവേദ എന്തായിരുന്നു മീനിങ്? ഓക്കെ, പിന്നെന്താ പറയുന്നത് ആയുർവേദയില്? സുരഭി കണ്ടിന്യൂ. എന്താണ് ആയുർവേദയിൽ പറയുന്നത്? മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി അഫക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് രോഗനിർണയം നടത്തുന്നത്. ഓക്കെ, പിന്നെ 3000 വർഷങ്ങൾക്ക് മുമ്പ് മഹാഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ? 5 എലമെന്റ്സ് കൊണ്ട്. ഏതൊക്കെയായിരുന്നു 5 എലമെന്റ്സ്? വായു, ജലം, അഗ്നി, ആകാശം. 5 എലമെന്റ്സ് കൊണ്ടാണ് യൂണിവേഴ്സ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അവ കാണപ്പെടുന്നത് എങ്ങനെയാണ്? വാദം, പിത്തം, കഫം. ഇതിനെ ത്രിദോഷങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ത്രിദോഷങ്ങൾ. ഓക്കെ, അപ്പൊ ഒരാൾക്ക് അസുഖം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്? ത്രിദോഷത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ വേരിയേഷൻ വരുമ്പോ. ത്രിദോഷങ്ങൾ, ഈ 3 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് ഒരാൾക്ക് അസുഖം ഉണ്ടാകാൻ കാരണം. ഈ 3 എലമെന്റ്സും ഈക്വൽ ആണെങ്കിൽ അയാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നു. അപ്പൊ ആയുർവേദ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആയിരുന്നു യോഗ. എന്താണ് യോഗ? ഓക്കെ, സയൻസും ശാസ്ത്രവും കലയും ചേർന്നതാണ് യോഗ. എന്തിനാണ്? നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും നൽകുന്ന ഒരു പരിശീലനമാണ്. ഫ്ലെക്സിബിലിറ്റി, ബാലൻസ്, സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ നമ്മുടെ ബോഡിക്കും മൈൻഡിനും നൽകുന്ന ഒരു പ്രാക്ടീസ് ആണ് യോഗ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ആയിരുന്നു യുനാനി സിസ്റ്റം. എന്താണ് യുനാനി സിസ്റ്റം? ഫാദർ ഓഫ് യുനാനി ആരായിരുന്നു? യുനാനിയിൽ എന്താ പറയുന്നത്? ഹ്യൂമൻ ബോഡിയിൽ 4 എലമെന്റ്സ് മീനിങ് ഓഫ് ഗ്രീക്ക് ടു പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിൻസിപ്പിൾ ചതുർദോഷ സിദ്ധാന്തം, ചതുർഭൂത സിദ്ധാന്തം. ഈ 2 പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുന്ന ഇപ്പൊ സ്റ്റിൽ നിലവിലുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ഓക്കെ, യുനാനിയിൽ എത്ര എലമെന്റ്സ്, ബോഡിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാ പറയുന്നത്? 4 എലമെന്റ്സ്. ഏതൊക്കെയാണ്? ബ്ലഡ്, ബ്ലാക്ക് ബൈൽ. ഓക്കെ, അപ്പൊ ഈ 4 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് രോഗത്തിന് കാരണമെന്നാണ് യുനാനിയിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഹിപ്പോക്രാറ്റ്സിന്റെ സ്റ്റോറി ഒക്കെ ഓർമ്മയില്ലേ? ഹിപ്പോക്രാറ്റസ് യുനാനി മെഡിസിൻ. എന്താണ് യുനാനിയാണ് പറയുന്നത് സിദ്ധ സിസ്റ്റം. സിദ്ധയിൽ എന്താ പറയുന്നത്? സിദ്ധയിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? 5 elements ഓക്കെ, 5 എലമെന്റ്സ് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ 5 എലമെന്റ്സ് 3 എലമെന്റിന്റെ രൂപത്തിലാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണ് ആ 3? വാത, പിത്ത, ഈ 3 എലമെന്റ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് എഗെയിൻ രോഗത്തിന് കാരണമെന്നാണ് സിദ്ധ പറയുന്നത്. ഓക്കെ, നാച്ചുറോപ്പതി എന്തായിരുന്നു? വ്യായാമം, ടോക്സിക് മാറ്ററിന്റെ നമ്മുടെ ബോഡിയിൽ മോർബിഡ് മാറ്റർ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ശരീരത്തിന് രോഗമുണ്ടാകുന്നത് എന്നാണ് നാച്ചുറോപ്പതി പറയുന്നത്. അപ്പൊ ഈ മോർബിഡ് മാറ്ററിനെ റിമൂവ് ചെയ്താൽ അയാൾ എന്തായി? ഹെൽത്തി പേഴ്സൺ ആയി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നാച്ചുറോപ്പതിയിലുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, വ്യായാമം, എക്സർസൈസ് ചേഞ്ച് ചെയ്യുക അല്ലേ? അതാണ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ദെൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മെയിൻലി 3 ഫേസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് ഏതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1947 to 1980. അത് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 2 പ്രിൻസിപ്പിൾ?
പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു രോഗിക്കും ചികിത്സ ലഭിക്കാൻ പാടില്ല. എല്ലാവർക്കും കൃത്യമായി ചികിത്സ എത്തിക്കുന്നത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുന്നത്. ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, സെക്കൻഡ് ഫേസ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1983 to 2000. അതിലെന്താ പറയുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ നാഷണൽ ഹെൽത്ത് അതുപോലെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ ഗ്രാമീണ മേഖലയിൽ ഹെൽത്ത് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. എന്തൊക്കെയായിരുന്നു 3 പോയിന്റ് നമ്മൾ സെക്കൻഡ് ഫേസിൽ പഠിച്ചത്? Healthy policy proclaimed for the first time in 1983. ഓക്കെ. അപ്പൊ ഏതൊക്കെയായിരുന്നു? നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നു, പിന്നെന്തായിരുന്നു? പ്രൈവറ്റ് സെക്ടേഴ്സിനെ കൊണ്ടുവന്നു, പിന്നെന്താണ്? റൂറൽ ഏരിയാസിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്തു ത്രൂ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ. ഓക്കെ. തേർഡ് ഫേസ് എന്തായിരുന്നു? 2000 മുതൽ സുരഭി കണ്ടിന്യൂ. സുരഭി എന്താണ് അതിൽ പറയുന്നത്? തേർഡ് ഫേസിലെ പ്രധാനപ്പെട്ട 3 പോയിന്റ് ഏതൊക്കെയാണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, liberalization of insurance sector, government as a financier. Okay. Financier. Okay. The healthcare infrastructure in rural areas been developed as a 3-tier. Rural areasലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ 3 ടയർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഏതാണ്? ബേസിക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൽത്ത് വർക്കേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? അപ്പൊ എല്ലാവരും പോയോ? ഇമ്മ്യൂണൈസേഷൻ. 2 ഹെൽത്ത് ആശാവർക്കർമാരെ കാണും, അവരാണ് ഇമ്മ്യൂണൈസേഷൻ അതുപോലെ തന്നെ ബോധവൽക്കരണം. പ്രൈമറി ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. Care workers in most areas. 1-2 വർക്കേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എത്ര ആളുകൾക്കാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റർ എന്താ പറയുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്താ പറയുന്നത്? യൂഷ്വലി സ്മോൾ റെഫർ ചെയ്യുന്നത് പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക്. സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. 1 to 2 qualified doctors. എത്ര ആളുകൾക്കാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 30,000. ഓക്കെ. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെക്ടർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഏത് സെക്ടറിലാണ് വരുന്നത്? സെക്കൻഡറി. എത്ര ആളുകൾക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? 1,20,000. എന്തൊക്കെയാണ്? 30 ബെഡ്സ്, മിനിമം 30 ബെഡ്സ് ബിൽഡിംഗ് ആണ്, ഹോസ്പിറ്റൽ ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ. Thank you, ma'am. Thank you, ma'am. ഗായ്സ്, ശരണ്യ മിസ് എടുക്കുന്ന 2ാമത്തെ ചാപ്റ്റർ അല്ലേ ഇത്? അതെ. ക്ലാസ് രാവിലെ ആയാൽ കൊള്ളായിരുന്നല്ലേ? രാവിലെ 10 മണി തൊട്ട് 12 വരെ. രാവിലെ ഒരു ബാച്ച് ഉണ്ട്.
ഓ രാവിലെ അല്ലെങ്കിലും പറ്റത്തില്ല. വേറെ ബാച്ച് ഉണ്ട്. 2 ബാച്ച് ഉണ്ട്. രാവിലത്തെ ബാച്ചിൽ വേറെ, നമ്മള് സെക്കൻഡ് ബാച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ടൈമാണ് ഓക്കെ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സമയത്തായിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. ഉച്ചയ്ക്ക് ഓക്കെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അല്ല, നമ്മളോട് ആദ്യം രാവിലെ ക്ലാസ് എന്നാ പറഞ്ഞിരുന്നത്. ടൈമിങ് രാവിലെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. ആ